എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ജലചൂഷണത്തിൽ CPIക്ക് കടുത്ത ആശങ്ക. ജലലഭ്യതയും വിനിയോഗവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ നിലപാട് അറിയിക്കാൻ കഴിയൂവെന്ന് CPI പറയുന്നു. മന്ത്രിസഭാ തീരുമാനത്തിന് മുൻപേ CPI നേതൃത്വം വിവരം അറിഞ്ഞിരുന്നെങ്കിലും പദ്ധതിയുടെ ഗൗരവം വേണ്ട വിധം അവർ മനസ്സിലാക്കിയില്ല എന്നാണ് വിലയിരുത്തൽ. ശ്രീജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത്. ഇത് മന്ത്രിസഭയിലൊക്കെ തീർച്ചയായിട്ടും ചർച്ച നടന്നുകാണല്ലോ ശ്രീജിത്ത്. അവിടെയൊക്കെ തന്നെ ഈ CPI മന്ത്രിമാർ ഇതൊക്കെ കേട്ട് കാണുമല്ലോ. അവർക്ക് അന്ന് ഈ കാര്യം മനസ്സിലായില്ലെന്നാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം? SKN ഗുഡ് മോർണിംഗ്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തന്നെ മന്ത്രിസഭാ യോഗത്തിൻ്റെ കുറിപ്പുമായി CPIയുടെ മന്ത്രിമാർ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തുന്ന പതിവുണ്ട്. അത് കാനം രാജേന്ദ്രൻ്റെ കാലത്തെ ഉണ്ട്. ക്യാബിനറ്റ് ഫ്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂടിയാലോചനയാണത്. ആ കൂടിയാലോചനയിൽ ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഒരു മദ്യ ഡിസ്റ്റിലറി സ്ഥാപിക്കുന്ന കാര്യം ചർച്ചയായിരുന്നു. എന്നാൽ ചോളം, അരിയുടെ ഉപയോഗശൂന്യമായ അരി, ഗോതമ്പ്, വെജിറ്റബിൾ വേസ്റ്റ്, മധുരക്കിഴങ്ങ് തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാന്റ് അവിടെ വരുന്നത് എന്ന നിലയിലാണ് CPI ഇതിനെ മനസ്സിലാക്കിയത്. മന്ത്രിസഭാ യോഗത്തിനുള്ള കുറിപ്പിലും ഇത്തരം കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. എന്നാൽ ജലവിനിയോഗമടക്കമുള്ള കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ആശങ്കകളെ, ഉണ്ടായിരുന്ന പരാതികളെ ഗൗരവത്തോടെ കാണണം എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ CPI നേതൃത്വമുള്ളത്. അതുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളും പുറത്തു വരട്ടെ, അതിനുശേഷം പാർട്ടി ഒരു നിലപാടെടുക്കാം എന്ന ധാരണയിലേക്ക് വരുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പാർട്ടിയുടെ 4 മന്ത്രിമാരും ഇതേപ്പറ്റി അറിഞ്ഞിരുന്നു. SKN സൂചിപ്പിച്ച പോലെ മന്ത്രിസഭാ യോഗത്തിലെ ചർച്ചയിൽ CPI മന്ത്രിമാർ കൂടി അനുകൂലിച്ച് തന്നെയാണ് ഈ തീരുമാനം വന്നത്. എന്നാൽ ഇതിൻ്റെ ജലചൂഷണം അടക്കമുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേണ്ട വിധം CPI മന്ത്രിമാരും നേതൃത്വവും മനസ്സിലാക്കിയില്ല എന്നൊരു സ്വയം വിമർശനം ഇപ്പോൾ പാർട്ടിക്കകത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ഈ ജലചൂഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാവുന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ CPI എത്തി നിൽക്കുന്നത്. ശ്രീജിത്തെ, ഇന്നിപ്പോൾ പണിമുടക്കുണ്ടല്ലോ. ആ പണിമുടക്കിൻ്റെ വിശദാംശം എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? പണിമുടക്ക് കാര്യമായി സർക്കാർ ഓഫീസുകളെ ബാധിക്കുമോ? SKN ഇന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സെറ്റോയും CPIയുടെ സർവീസ് സംഘടനയായ ജോയിൻറ്റ് കൗൺസിലുമാണ് ഏകദിന പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്കാണ്. എന്നാൽ സ്കൂൾ മേഖലയെ കാര്യമായി ഈ പണിമുടക്ക് ബാധിക്കാൻ സാധ്യതയില്ല. സാധാരണ അധ്യാപകർക്ക് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ പോലും ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്ന കാലത്ത് പോലും ഒരു 25%-അപ്പുറത്തേക്ക് പണിമുടക്ക് അധ്യാപന മേഖലയിൽ പോകാറില്ല. പ്രത്യേകിച്ചും ഈ വർഷാന്ത്യ പരീക്ഷയ്ക്ക് അടുക്കുന്ന ഘട്ടത്തിൽ സാധാരണ അധ്യാപകർ അത്തരത്തിൽ പണിമുടക്കിലേക്ക് പോകാറില്ല. ബാക്കിയുള്ള സർക്കാർ ജീവനക്കാരിൽ റവന്യൂ വിഭാഗത്തിൽ കാര്യമായ ചില ഈ സമരം ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം CPIയുടെ സർവീസ് സംഘടനകളായ KRDSC അടക്കമുള്ളതിൽപ്പെട്ട ആളുകളാണ് ഈ CPI ഇടത് ഭരണകാലത്ത് ഈ റവന്യൂവിൽ കൂടുതലുമുള്ളത്. അതുകൊണ്ട് വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം ചിലയിടങ്ങളിലെങ്കിലും താളം തെറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭൂരിപക്ഷ സംഘടനയായ NG യൂണിയനും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അടക്കമുള്ള CPI സംഘടനകൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇത് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയില്ല. പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആർക്കും അവധി അനുവദിക്കുന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഒരു കാര്യം കൂടി, ഇന്ന് MP രാജേഷിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറാകും എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് പെട്ടെന്ന്? SKN ഈ നന്ദിപ്രമേയ ചർച്ചയിൽ ഇന്ന് എക്സൈസ് മന്ത്രി MP രാജേഷിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനാണ് UDFിലെ ധാരണ. അഴിമതി ആരോപണം എഴുതി നൽകും. അതായത് സാധാരണ നിയമസഭയിൽ നേരിട്ടും എഴുതി നൽകി ഉന്നയിക്കുക. അപ്പോൾ നേരിട്ട് അഴിമതി ആരോപണം എഴുതി നൽകി ഉന്നയിക്കുമ്പോൾ ആ അഴിമതി ആരോപണത്തിന് കുറച്ചുകൂടി ഗൗരവ സ്വഭാവം കൈവരുന്നതാണ്. അതുകൊണ്ടാണ് സ്പീക്കർക്ക് എഴുതി നൽകിയ ശേഷം ഇത് ഉന്നയിക്കാൻ UDF തീരുമാനിച്ചത്. ഇന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ UDFിൻ്റെ പ്രതിനിധികൾ ഈ അഴിമതി ആരോപണം ഉന്നയിക്കും. എന്നാൽ MP രാജേഷ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം CPIഎമ്മിൻ്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായി പാലക്കാടാണുള്ളത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.